എത്ര പഠിച്ചിട്ടും എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല. ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ പല സെഷൻസും മറ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണിത്. അവരൊരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ ക്ലാസ്, യൂട്യൂബിലുള്ള വീഡിയോസ്, മറ്റ് കോച്ചിങ് ക്ലാസ്സുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കുകൾ, ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സാം വരുമ്പോൾ എത്ര പഠിച്ചിട്ടും എത്ര ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടും അത് എക്സാം ഹാളിൽ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അവസാനം മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ടും നമുക്ക് മാർക്കിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് എക്സാമിൽ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രിഡ്ജ് ചെയ്യണം. ആ ഗ്യാപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇവിടെ പഠിക്കുന്നു, അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ എക്സാം എഴുതുന്നു, ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ടെക്നിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൽ ടോപ്പേഴ്സ് ആയുള്ള സ്റ്റുഡൻസ് എല്ലാ എക്സാമുകളിലും, ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ എക്സാംസ് ആയിക്കോട്ടെ, മറ്റ് കോമ്പറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന വലിയ വലിയ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് എഴുതുന്ന കോമ്പറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിലെല്ലാം ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് അവരെല്ലാവരും അവരുടേതായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും കുറേ പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക എന്നുള്ളതല്ല, ആ പഠിച്ച കാര്യത്തിനെ എഫക്റ്റീവായിട്ട് എക്സാം ഹാളിൽ കൊണ്ടുപോയി എഴുതണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്യും. ആ ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പഠിക്കുന്ന കാര്യമൊക്കെ അവരുടെ മെമ്മറി നിൽക്കുന്നത്. അത് പെട്ടെന്ന് ക്വിക്കായിട്ട് റീകളക്ട് ചെയ്തിട്ട് എക്സാം ഹാളിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർ കുറച്ച് ടെക്നിക്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പഠിക്കുന്നത്. അവർ വെറുതെ കുറേ പുസ്തകങ്ങൾ പഠിക്കുക, കുറേ ബൈഹാർട്ട് ചെയ്യുക, കുറേ തിയറി പഠിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അവരാ പഠിക്കുന്നത് ടെക്നിക്സിലൂടെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ടെക്നിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിലേതെങ്കിലും ടെക്നിക്സിലോ മറ്റോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അതെന്ത് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ എന്നുള്ളതാണ്. ഇത് നിങ്ങളോട് എല്ലാവരും പറയുന്ന കാര്യമായിരിക്കും. നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കണം, ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ പറയുന്നതായിരിക്കും. എന്നിട്ടും, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് അല്ലാത്ത, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് വെക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരു ദിവസം നമ്മളൊരു 2 ചാപ്റ്റേഴ്സാണ് പഠിക്കും, അടുത്ത ദിവസം അടുത്ത 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 20 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ, 10 ഡേയ്സ് കൊണ്ട് പെർ ഡേ 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് 10 ഡേയ്സ് കൊണ്ട് മുഴുവൻ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും. അടിപൊളി. പക്ഷെ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഡേ ചിലപ്പോൾ നമുക്ക് 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ കഴിയില്ല, 1 ചാപ്റ്ററേ പറ്റുള്ളൂ. അപ്പോൾ 1 ചാപ്റ്ററോടെ പെൻഡിങ് ആയി. അപ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, നെക്സ്റ്റ് ഡേ കവർ ചെയ്യേണ്ട 2 ചാപ്റ്ററും തൊട്ട് മുമ്പുള്ള ദിവസം ബാക്കിയുള്ള ഒരു ചാപ്റ്ററും കൂടെ വന്നപ്പോൾ ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ടായി. ലോഡ് കൂടി. സെക്കൻഡ് ഡേയിലും ഇതുപോലെ കുറേ ചാപ്റ്റർ പെൻഡിങ് ആവും. അങ്ങനെ 1-2 ദിവസം കഴിയുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആകുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മോട്ടിവേഷൻ പോകും. നമ്മളെന്ത് വിചാരിക്കും, ഇത് കുറേ പെൻഡിങ് ആയി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നീട്ടി വെക്കാൻ തുടങ്ങും. നെക്സ്റ്റ് ഡേ ആയിക്കോട്ടെ. അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് വെച്ചിട്ടുള്ള ഷെഡ്യൂൾ, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും, നമുക്ക് പിന്നെ പഠിക്കുന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, പിന്നെ അങ്ങനെ ലാഗായി പിന്നെ ആസ് യൂഷ്വലായി പോകും. അപ്പോൾ നിങ്ങളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പം, ഒരു ടൈം ടേബിൾ, സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു നെക്സ്റ്റ് മന്ത് ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 30 ഡേയ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ 30 ഡേയ്സ് കൊണ്ട് എത്ര ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പെർ ഡേ ഏകദേശം എത്ര ചാപ്റ്റർ പഠിക്കണം, പിന്നെ അതിന് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഡേയ്സ് വേണം. അങ്ങനെ നിങ്ങൾ ഡേയ്സ് വെച്ചിട്ട്, നമ്മുടെ ടാർഗറ്റ്സ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ, ആ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ എക്സാം ക്രാക്ക് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, അത് പഠിക്കാനുള്ള ഡേയ്സ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ടാർഗറ്റ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ആ വരുന്ന എക്സാം ഏതാണെന്നുള്ള കൃത്യമായ ടാർഗറ്റ്സ് ഉണ്ട്, അതിനെന്ത് ചെയ്യണം, ഓരോ ഡേയിലും എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഒരു ഡേയിൽ തന്നെ ഒരു 10 ചാപ്റ്റേഴ്സ് കൊണ്ട് പഠിച്ച് കളയാം എന്നൊക്കെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് വെക്കുമ്പോൾ ആ ഷെഡ്യൂൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഡി ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് റെഗുലർലി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് നിത്യാഭ്യാസി ആനയെടുക്കും എന്നുള്ളത്. അതായത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു എലിഫന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത്. ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ പ്രാക്ടിക്കലി പറ്റുമോ എന്നൊക്കെ ഉള്ളത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്, ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ എക്സ്പേർട്സ് ആക്കി മാറ്റും.
എക്സ്പേർട്സ് ആയി. കാരണം നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആ പഠിച്ച സംഭവത്തെ അവിടെ റീകളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് റീകളക്ട് ചെയ്ത് അവിടെ എഴുതി വെക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അറിയോ? നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ ബ്രെയിനിലുണ്ട്, പക്ഷെ അതിൽ നിന്ന് അവിടെ എന്താണോ വേണ്ടത്, ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണോ അത് സോർട്ട് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിന് മുന്നേ അത് ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ ഒരു 10,000 ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 10 ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ 10 ബുക്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് തപ്പേണ്ടി വരും അല്ലേ? ആ ലൈബ്രറി മൊത്തം ആ ഷെൽഫൊക്കെ നോക്കിയിട്ട് കുറേ തപ്പിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ബുക്സ് കിട്ടുക. പക്ഷേ നിങ്ങൾ റെഗുലർ റീഡറാണ്, നിങ്ങൾ ആ ബുക്സ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വീക്ക്ലി ട്വൈസ് ഒക്കെ പോയിട്ട് ആ ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ആ ബുക്ക് പോയി എടുത്തു കഴിഞ്ഞാൽ 3rd ടൈം അല്ലെങ്കിൽ 4th ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് ആരെയും പറഞ്ഞു തരണോ ആ ബുക്ക് എവിടെയാണ് ഉണ്ടാവുകയെന്ന്? വേണ്ട. കാരണം നിങ്ങൾ അതിന് മുന്നേ 2 or 3 ടൈംസ് ഓൾറെഡി പോയി ആ പുസ്തകം ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് അവിടെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മേ ബി 2 വീക്സ് കഴിഞ്ഞിട്ട് ആ പുസ്തകം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ആ ഷെൽഫിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അറിയാം അത് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്കത് എവിടെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ. ഇത് തന്നെയാണ് എക്സാമുകളിൽ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി പോലെയാണ്. നിങ്ങൾ പഠിക്കുന്ന സയൻസ്, അതുപോലെ മാത്സ്, ബാക്കിയുള്ള ലാംഗ്വേജസ് എല്ലാ സംഭവം കയറ്റി വെച്ചിട്ടുള്ള വലിയൊരു ലൈബ്രറിയാണിത്. ഈ ലൈബ്രറിൻ്റെ അകത്തുനിന്ന് ഒരു പുസ്തകം പോയി എടുക്കുന്നത് പോലെയാണ് നമ്മുടെ എക്സാമിന് വേണ്ട ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇതിനകത്ത് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും, അത് എക്സാമിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം പിക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമുക്ക് വേണ്ട കോൺസെപ്റ്റുകൾ ഇങ്ങനെ പിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ കോൺസെപ്റ്റുകളും പിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഓരോ ക്വസ്റ്റിനും എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ ഒരു 5th or 6th ടൈം പോകുമ്പോൾ എന്തായിരിക്കും, ആ ബുക്ക് എവിടെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. നമ്മൾ ആരോടും ചോദിക്കേണ്ടി വരില്ല, ലൈബ്രറിനോട് ചോദിക്കേണ്ടി വരില്ല, ഡയറക്റ്റ് പോയി എടുക്കാമല്ലോ. അതേപോലെ എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോൺസെപ്റ്റ്സ് നമ്മൾ റീകളക്ട് ചെയ്ത് ആൻസേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് പറഞ്ഞ അവസ്ഥയായിരിക്കും 10,000 ബുക്സ് ഉള്ള ഒരു ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് വേണ്ടൊരു ബുക്ക് തപ്പുന്ന അവസ്ഥയായിരിക്കും. ഒരുപാട് ടൈം എടുക്കും, ചിലപ്പോൾ അവസാനം പുസ്തകം കണ്ടുപിടിക്കാനും പറ്റില്ല, അപ്പോഴേക്കും എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട്. വലിയ ഇമ്പാക്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ഒരുപാട് ചെയ്യണമെന്നില്ല, പക്ഷെ കുറച്ച് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാബിറ്റായിട്ട് മാറും, നിങ്ങളുടെ ബ്രെയിൻ നന്നായി ഡെവലപ്പ് ആവും. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞത്. തേർഡ് ടെക്നിക്ക് മൈൻഡ് മാപ്സ് ആൻഡ് ഡയഗ്രാംസ് എന്നുള്ളതാണ്. ചില കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചാൽ എത്രയായാലും നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല, പക്ഷെ നിങ്ങൾ അതിനൊരു വിഷ്വലാക്കി നോക്ക്. ഓക്കെ, ഒരു വിഷ്വലാക്കി നോക്കുക. അതായത് വിഷ്വൽ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയഗ്രാംസ് ആയിട്ട്, ഫ്ലോ ചാർട്ടുകളായിട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഓഫ് പെൻസ് യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു രീതിയിൽ എഴുതിയിട്ട്, അങ്ങനെ നിങ്ങൾ ആ ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫ്സ് ആക്കി തന്നിട്ടുള്ള കാര്യം, നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ അത്തരത്തിലുള്ള മൈൻഡ് മാപ്പുകളോ ഡയഗ്രാംസോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിഷ്വൽസ് നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ ആ മൂവിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കില്ലേ? പക്ഷെ അതേ മൂവിയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതി തരികയാണെങ്കിൽ അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കുറേ കാര്യം മറന്നുപോകും. കാരണം മൂവി എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള സൗണ്ട്, അതിനകത്തുള്ള വിഷ്വൽസ്, അതിനകത്തുള്ള ആക്ഷൻസ്, കളേഴ്സ്, ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. പക്ഷേ ടെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്യാപ്ചർ ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡീസിനും ഈ ടെക്നിക്സ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു സംഭവം പഠിക്കുകയാണ്, ആ സംഭവത്തിൽ നിങ്ങൾ സ്റ്റോറി ആയിട്ട് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരു സയൻസിലുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാത്സിലുള്ള കോൺസെപ്റ്റ്, ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ സയൻസിൽ നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു സ്കൂളിലുള്ളൊരു സിറ്റുവേഷനാക്കി മാറ്റുക. അപ്പോൾ ആ സയൻസിൽ പഠിക്കുന്ന ഓരോരോ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാക്കി ഇങ്ങനെ സ്റ്റോറി ബോർഡ് പോലെ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, അവർ ഒരുപാട് വേർഡ്സ് ഒക്കെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യും, എന്നിട്ട് അവർ തിരിച്ച് പറഞ്ഞു തരും ആ വേർഡ്സ് ഒക്കെ. അതെങ്ങനെ ചെയ്യുന്നത്, അവർ ആ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്തൊരു സ്റ്റോറി ബിൽഡ് ചെയ്യും. ആ സ്റ്റോറീസ് ഇങ്ങനെ അവർ ബിൽഡ് ചെയ്യുമ്പോൾ ആ സ്റ്റോറി മൈൻഡിൽ നിൽക്കും. ആ സ്റ്റോറിയിൽ നിന്ന് അവർ ആ വേർഡ്സ് എന്ത് ചെയ്യും, റീകളക്ട് ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സ്റ്റോറീസ്, വിഷ്വലി ഉള്ള കാര്യങ്ങൾ, മൈൻഡ് മാപ്സ്, ഡയഗ്രാംസ് ആക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റും മറക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിനിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫോർത്ത് വൺ, ടേക്ക് എഫക്റ്റീവ് നോട്ട്സ്. എന്താണ് ഇവിടെ എഫക്റ്റീവ് നോട്ട്സ് എന്ന് പറയാൻ കാരണം? പല ആളുകളും നോട്ട്സ് എഴുതും,
അവരുടെ നോട്ടും ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരുപോലെ ആയിരിക്കും. കാരണം എന്താ, ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് റീകളക്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവ് സംഭവമാണ് നമ്മുടെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോട്ട്സിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ മുഴുവൻ കാര്യങ്ങളും ഇലാബറേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ നോട്ട്സ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ, ആ നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഒരേപോലെ ആവും. പിന്നെ നിങ്ങൾക്ക് അത് വായിക്കാൻ തോന്നുമോ? ഇല്ല. നമുക്കൊരു സംഭവം വായിക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ അത് കൺസൈസ് ആയിരിക്കണം, സമ്മറൈസ്ഡ് ആയിരിക്കണം, ക്രിസ്പ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കുകളിൽ ഇലാബറേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഇലാബറേറ്റ് ചെയ്ത് ചെയ്യാതെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അത് രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. മാക്സിമം ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതാൻ ശ്രമിക്കുക. ഡയഗ്രാംസ് പ്ലോട്ട് ചെയ്യുക, ഫ്ലോ ചാർട്ടുകൾ പ്ലോട്ട് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഒരു ചാപ്റ്ററിന് തന്നെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ മാക്സിമം എല്ലാ കണ്ടന്റും വരുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ എഫക്റ്റീവ് നോട്ട്സാണ്. നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കാലം കഴിഞ്ഞ് ഒരു കോൺസെപ്റ്റ് മറക്കുമ്പോൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള, സമ്മറൈസ് ചെയ്തിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഫോർത്ത് ടെക്നിക്ക്. ദെൻ ഫൈനൽ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇപ്പോൾ ചില സബ്ജക്റ്റുകൾ എത്രയായിട്ടും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക, ഈ സബ്ജക്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ മാത്സ്. ഒരാൾക്ക് മാത്സ് എത്രയായിട്ടും പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, അയാൾക്ക് അതുകൊണ്ട് റെഡി ആയി വരുന്നില്ല. അപ്പോൾ അയാൾ എന്ത് വിചാരിക്കുകയാണ്, എന്നെ കൊണ്ട് മാത്സ് പഠിക്കാൻ കഴിയില്ല, അങ്ങനെ ആ സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നോക്കാൻ പോകും. പക്ഷെ അയാൾക്ക് ആ മാത്സ് പഠിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് മുന്നേയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചത് പ്രോപ്പറായിട്ട് മനസ്സിലാവാതെ ആ സബ്ജക്റ്റ് അന്ന് വെറുത്ത് തുടങ്ങിയതായിരിക്കാം. അങ്ങനെയുള്ള പല റീസൺ കൊണ്ടായിരിക്കാം ചിലപ്പോൾ സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തത്. അല്ലാതെ പഠിക്കാൻ സ്കില്ലില്ലാത്തതുകൊണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്താ, നമുക്കതിന് സ്കില്ലില്ല. പക്ഷെ അതിന് റീസൺ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള ടീച്ചേഴ്സിനോടോ പാരൻസിനോടോ അല്ലെങ്കിൽ മെൻറ്റേഴ്സിനോടോ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ സോർട്ട് ചെയ്യാൻ പറ്റും. ആ ഇഷ്യൂ എന്താണെന്നുള്ള അവർ പറഞ്ഞു. കാരണം അവരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നതാണ്, അവരെല്ലാവരും ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കാം റീസൺ, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു സബ്ജക്റ്റ് ചിലപ്പോൾ ചെറിയൊരു റീസൺ കാരണം കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. പക്ഷെ അതങ്ങോട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എക്സ്പേർട്സായി മാറാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് വാങ്ങേണ്ടി വരും. നമ്മുടെ ടീച്ചേഴ്സിനോട് ഇപ്പോൾ സംസാരിക്കേണ്ടി വരും, പാരൻസിനോട് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ടി വരും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ നിന്നുള്ള സപ്പോർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതിൽ നമ്മളൊരു ഒന്നും വേറൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോശക്കാരനായിട്ട് അവർക്ക് തോന്നുമോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയാണ് നീഡ് അല്ലേ, അത് കറക്റ്റാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ അവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും റെഡി ആയിരിക്കുന്നത്. സോ അവരുടെ ഹെൽപ്പ് എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങാമെന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള 5 ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഈവൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് മാത്സ് സയൻസ് അങ്ങനെ സബ്ജക്റ്റ് വൈസ് എടുക്കുകയാണെങ്കിൽ അതിന് വേറെ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് എന്ത് ചെയ്യാം. സോ യു ആർ റെഡി ടു ഗോ നൗ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടെക്നിക്സ് നിങ്ങളുടെ ഇനിയുള്ള സ്റ്റഡീസിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എഫക്റ്റീവ് ആവുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മറ്റേതെങ്കിലും ടോപ്പിക്സിൽ വീഡിയോസ് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സും കൂടി ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസും കൂടി ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.